കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ പദ്ധതി എന്ന RSS അജണ്ട നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായ വാർത്ത ഞെട്ടലോടെയാണ് നാട് കേട്ടത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകേണ്ട അർഹതപ്പെട്ട വിഹിതം നേടിയെടുക്കാൻ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം ശക്തമായ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിരുന്നു. കേന്ദ്ര BJP സർക്കാർ 2020 പ്രഖ്യാപിച്ച നവവിദ്യാഭ്യാസ നയവും അതിന്റെ പ്രദർശന മാതൃക വിഭാവനം ചെയ്യപ്പെടുന്ന PM-ശ്രീ സ്കൂളുകളെയും സംബന്ധിച്ച ഇടതുപക്ഷ പാർട്ടികളുടെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെയും പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പൊടുന്നനെയുള്ള ചുവടുമാറ്റം എന്നതാണ് അത്തരമൊരു പ്രതികരണത്തിലേക്ക് നയിച്ചത്. PM-ശ്രീ പദ്ധതി സംബന്ധിച്ച അജണ്ട മുമ്പ് 2 തവണ സംസ്ഥാന മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. CPI മന്ത്രിമാർ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും അത് രാഷ്ട്രീയ തലത്തിൽ PM-ശ്രീ പദ്ധതിയോടുള്ള CPIയുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ജനാധിപത്യ മതേതര ശക്തികളുടെയും വിമർശനം അതിന്റെ പ്രധാനമന്ത്രി ബ്രാൻഡിങ്ങിനോടുള്ള എതിർപ്പല്ല, മറിച്ച് അതിന്റെ ഉള്ളടക്കത്തോടും ലക്ഷ്യത്തോടുമുള്ള വിമർശനമാണ്. PM-ശ്രീ സ്കൂൾ പദ്ധതിയുടെ 1 ലക്ഷം ഇന്ത്യയിലെ സ്കൂളുകൾക്ക് മാതൃകയാവുന്ന തരത്തിൽ അവയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ശൗചാലയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം. കേരളം ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ സാർവത്രികമായി എത്രയോ കാലം മുന്നിലാണ്. വിദ്യാഭ്യാസ രംഗത്തിന്റെ സ്വകാര്യവൽക്കരണം BJPയുടെ ചിന്താധാരയുടെയും രാഷ്ട്രീയ പദ്ധതിയുടെയും ഉറവിടമായ രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി പുതുതലമുറയെ വാർത്തെടുക്കുക തുടങ്ങിയവയാണ് PM-ശ്രീ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം. സംസ്ഥാനങ്ങൾക്ക് അർഹമായ ജനങ്ങളുടെ നികുതി പണ വിഹിതം നിക്ഷിപ്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നൽകുന്നതിന് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് മുന്നിൽ സംസ്ഥാനത്തിന്റെ ഫെഡറൽ ജനാധിപത്യം അടിയറ വയ്ക്കുന്ന നടപടിയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നും അർഹമായ വിഹിതം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകണം. അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒരുതരം ജന്മി കുടിയാൻ ബന്ധമായി അധപതിക്കാൻ അനുവദിച്ചുകൂടാ.